നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കിങ് കോഹ്ലിയും ഹിറ്റ്മാനും വിരമിച്ച ശേഷമുള്ള ആദ്യ ടെസ്റ്റ് സീരീസാണ് നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെതിരെ. ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം സീനിയർ താരങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. അതിനുള്ള ഒരുക്കം ഗംഭീരമായി നടത്തുകയാണ് ഇപ്പോൾ കെ എൽ രാഹുൽ ചെയ്യുന്നത്. ഇന്നലെ നോർത്താംപ്ടണിൽ ആരംഭിച്ച ഇംഗ്ലണ്ട് ലയൺ വേഴ്സസ് ഇന്ത്യ എ രണ്ടാം അൺഒഫീഷ്യൽ ടെസ്റ്റിൽ ആദ്യ ദിവസം തന്നെ അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിയിട്ട് സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂണായിട്ട് കെ എൽ രാഹുൽ ഉണ്ടായിരുന്നു. IPL ഡൽഹിയുടെ ലീഡിംഗ് റൺ ഗെറ്ററായിരുന്നു. ഇപ്പോഴിതാ തൻ്റെ 19ാമത്തെ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി അദ്ദേഹം ഇവിടെ നേടുകയാണ്. സോ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു നോക്കാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു കളിയിൽ വന്നിരിക്കുന്നത്. WTC സൈക്കിൾ, പുതിയ WTC സൈക്കിൾ ഇത് ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു ഇന്നലെ നോർത്താംപ്ടണിലെ ഗ്രൗണ്ടിൽ കെ എൽ രാഹുൽ നടത്തിയത്. അപ്പം ഈ രണ്ടാം അൺഒഫീഷ്യൽ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ എ ടീം ഇംഗ്ലണ്ട് ലയൺസിനെതിരെ 7 വിക്കറ്റിന് 319 റൺസാണ് അടിച്ചിരിക്കുന്നത്. യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നാണ് ഓപ്പണിംഗ് ആരംഭിച്ചത്. പക്ഷേ 28 റൺസിൽ ടീം സ്കോർ എത്തി നിൽക്കവേ യശസ്വി ജയ്സ്വാൾ മടങ്ങി. ജയ്സ്വാളിനെ വോക്സ് LBWയിൽ കുരുക്കിയായിരുന്നു. 26 പന്തുകളിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 17 റൺസാണ് അദ്ദേഹം എടുത്തത്. പിന്നെ ക്യാപ്റ്റൻ അഭിമന്യു ഈശ്വരനാണ് ക്രീസിലേക്ക് വന്നത്. 13 പന്തിൽ നിന്ന് 11 റൺസ് എടുത്ത് അദ്ദേഹത്തെയും വോക്സാണ് പറഞ്ഞു വിട്ടത്. കരുൺ നായരും കെ എൽ രാഹുലും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കരുൺ നായർ 71 പന്തിൽ 40 റൺസാണ് എടുത്തത്. വീണ്ടും ക്രിസ് വോക്സ് തന്നെയാണ് വിക്കറ്റ് എടുത്തത്. അതേസമയം കെ എൽ രാഹുൽ അതിമനോഹരമായിട്ട് കളിച്ചു. 168 പന്തിൽ നിന്ന് 15 ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം 116 റൺസ് അടിച്ചപ്പോൾ ധ്രുവ് ജുറലിൻ്റെ വക അർദ്ധ സെഞ്ചുറി. 87 പന്തിൽ നിന്ന് 52 റൺസാണ് അദ്ദേഹം എടുത്തത്. നിതീഷ് കുമാർ റെഡ്ഡി 34 റൺസും ഷാർദുൽ താക്കൂർ 19 റൺസും എടുത്ത് പുറത്തായി. തനുഷ് കോട്ടിയൻ 5 റൺസുമായിട്ടും അൻഷുൽ കമ്പോജ് 1 റൺസുമായിട്ടുമാണ് ക്രീസിലുള്ളത്. ഇംഗ്ലണ്ട് ലയൺസിന് വേണ്ടി ക്രിസ് വോക്സ് 17 ഓവറിൽ 50 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. ജോർജ് ഹില്ല് 18 ഓവറിൽ 56 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. ഫർഹാൻ അഹമ്മദും ടോം ഹെയ്ൻസും ഓരോ വിക്കറ്റുകൾ നേടി. ഏതായാലും ഇന്ന് രണ്ടാം ദിവസം കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കാൻ നോക്കാം. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിലെ ഒരു ടഫായിട്ടുള്ള ടെസ്റ്റ് സീരീസിന് മുമ്പ് ടെസ്റ്റ് ടീമിലുള്ള പല താരങ്ങളും ഈ ഇന്ത്യ എ ടീമിൽ കളിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇത് മികച്ചൊരു പ്രാക്ടീസ് അവസരമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.